സോ ഹലോ ഗായ്സ്, ടെക്കി ഹിയർ ആൻഡ് മറ്റൊരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ആൻഡ് ഇന്ന് നമുക്കൊരു പാനൽ മാറ്റാനുണ്ട്. സോ ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഒന്ന് എടുക്കാം. സോ ഓഫീസിലോട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നലത്തെ നാണക്കാരൻ ഇരിക്കുന്നുണ്ട് ഇവിടെ. സോ ഇതാണ് 32 ഇഞ്ചിൻ്റെ എമ്മയുടെ ടി വിയാണ്. അതിൻ്റെ പാനലാണ് മാറ്റാൻ പോകുന്നത്. സോ ഫസ്റ്റ് ബാക്ക് സൈഡ് എല്ലാം മാറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മുടെ സീനിയർ ടെക്നീഷ്യൻ അൻവർക്ക് ഇതാണ്. അൻവർക്ക സോ ബാക്ക് കവർ അഴിച്ചു നമ്മൾ ടി വിയുടെ. ബാക്കി സ്പീക്കറിൻ്റെ കവറ് കാര്യങ്ങളെല്ലാം അഴിക്കുന്നുണ്ട്. ബാക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ അഴിച്ചു നമ്മൾ. ഇനി ബോർഡ് അഴിക്കുക, നമ്മുടെ എമ്മയുടെ ബോർഡ് അഴിക്കുക. ഇത് എമ്മയുടെ 32 ഇഞ്ച് ടി വിയാണ്. ഇത് പാനൽ ബ്ലാങ്ക് ആയിട്ട് വന്നൊരു കംപ്ലൈൻ്റാണ്. സോ പാനൽ മാറ്റുകയാണ്. സോ സ്പീക്കർ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ അതിൻ്റെ ആഗ്രഹിച്ചു. ഇതാണ് പാനൽ ബോഡി വരുന്നത്. നമുക്ക് ഫുള്ളായിട്ട് അതെ ഫുള്ളി റീപ്ലേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. സർവീസോ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, റിപ്പയറിങ് കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ പാനൽ പോയാൽ ഫുള്ളായിട്ട് പാനൽ മാറ്റി കൊടുക്കും. ഇപ്പോൾ പാനൽ നമുക്ക് കമ്പനിയിൽ നിന്ന് എങ്ങനെ വരുന്നത് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിം ആയിട്ടാണ് വരിക. ജസ്റ്റ് ഫുള്ളി ഇങ്ങനെ ഫ്രെയിം ആയിട്ടാണ് വരിക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഫുള്ളി ഫ്രെയിം. ഇപ്പോൾ ഈ ഫ്രെയിം നമ്മൾ മാറ്റി, ഇത് ഡിസ്പ്ലേ മൊത്തമായിട്ട് വരുന്നത് മൊത്തം ഫ്രെയിം മാറ്റി ഇത് ഫുള്ളി ഇട്ടിക്കേണ്ടി വരും. എന്നിട്ട് ഈ പറഞ്ഞ ബോർഡും സ്പീക്കറും കാര്യങ്ങളെല്ലാം ഇതിലിടും. ഇതിപ്പോൾ കാലി ബോക്സാണ്. ഈ സ്പീക്കർ പഴയ സ്പീക്കറിനെ ഇടും, ബോർഡ് എടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. ഫുള്ളി റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ കമ്പനി സർവീസ് ആയതുകൊണ്ട് ഫുള്ളി റീപ്ലേസ്മെൻ്റ് ആണ്. നമുക്കിനി ബാക്ക് ലൈറ്റ് മാറ്റാണ്ട്. ബാക്ക് ലൈറ്റ് മാറ്റുന്ന വീഡിയോ ഞാൻ കേട്ടോ. ഈ കാണാൻ ജെല്ലി ഉണ്ടല്ലോ, ഒരു കെമിക്കൽ ഈർപ്പം നിൽക്കാണ്ടിരിക്കാനുള്ള അത് ടി വിയിൽ ഈർപ്പം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ വേണ്ടി സിലിക്കൻ ജെല്ലി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്പീക്കർ കാലി സ്പീക്കറാണ്. ഇത് പാനൽ സ്ട്രിപ്പൊക്കെ അതിൽ കൂടെ തന്നെ വരും. ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക. ഇത് ജെൽ സീറ്റ് മാറ്റുക. പഴയ ബോർഡ് അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മളപ്പോൾ ഈ ബോർഡിലോട്ട് എല്ലാ സ്ക്രൂസും കാര്യങ്ങളെല്ലാം പാനലിലോട്ട് സ്ക്രൂ കാര്യങ്ങളെല്ലാം ഇട്ടു. പഴയ ബോർഡ് തന്നെ ഇട്ടു. ഇനി സ്പീക്കർ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓണാക്കിയാൽ നമുക്ക് ടി വി റെഡി. ഓക്കെ, റെഡി ടു യൂസ്, റെഡി ടു കുക്ക്. എങ്കിലും ശ്രീരാജ് പറഞ്ഞ ഇന്നലെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്ന ശ്രീരാജ് ഇന്ന് ലീവാണ്. സെൻസർ, സ്പീക്കർ, ബാക്ക് ലൈറ്റ്, പാനല്, പവർ എല്ലാം കണക്ട് ചെയ്തു. ഇത് രണ്ട് വൈഫൈ കേബിളാണ്. ഒന്ന് ബ്ലൂടൂത്തിന്, ഒന്ന് വൈഫൈക്ക്. യെസ്, അതായത് നമ്മൾ ബ്ലൂടൂത്തിനും വൈഫൈനും യൂസ് ചെയ്യുന്ന കേബിൾസാണ്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ വൈഫൈ റേഞ്ച് കുറവ് കറക്റ്റായിട്ട് കിട്ടാണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. Please ensure the cables are tightly connected. സ്ക്രൂ കാര്യങ്ങളെല്ലാം ഇട്ടു നമ്മൾ. ആൻഡ് ഫൈനലി ബാക്ക് കവർ ഇട്ടു. ഇന്ന് എനിക്ക് ഫീൽഡിലും ഒരുപാട് വർക്ക് ഉണ്ട്. ആൻഡ് ഇന്ന് ഫ്രൈഡേ ആൾസോ. സോ ബിസി ഡേ. MI 55 ഇഞ്ച്. സോ നമ്മൾ ഓൺ ചെയ്യാൻ പോണ്. പാനൽ മാറ്റി എല്ലാം കഴിഞ്ഞു. ഓൺ ചെയ്യാൻ പോണു. ആൻഡ് ഫൈനലി ഹിയർ വി ഗോ. സെറ്റ് ഓക്കെ ഉണ്ട്. നമ്മുടെ അൻവർക്ക് റെഡിയാക്കിയിട്ടുണ്ട്. യാ, സെറ്റായി വന്നു. സോ ഇങ്ങനെ ഡിസ്പ്ലേ മാറ്റുക. അപ്പോൾ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിനി വർക്കിന് പോകാൻ പറ്റില്ല. ഫീൽഡ് വർക്കാണ്. മഴയുണ്ട്. മഴയുള്ളത് നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ചർച്ച ചെയ്തിട്ട്
സബ്സ്ക്രൈബേഴ്സ് കാരണം താങ്ക് യു ഫോർ വാച്ചിങ് ഹിയർ